കേരളത്തിൽ ഏതാണ്ട് 70-ൽ പരം മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകളടക്കം നടത്തേണ്ട മണ്ഡലങ്ങളുണ്ട്. ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെ മാറ്റി കുറേ പുതിയ ആൾക്കാർ വരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സാധ്യമല്ല. വീണ്ടും പ്രസിഡന്റായിട്ട് തിരിച്ചു വരിക എന്നുള്ളത് വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം. കേരള കോൺഗ്രസിനുള്ള അവിശ്വാസ്യതയും താല്പര്യമൊക്കെ ഇപ്പോൾ കുറഞ്ഞു വന്നാൽ അല്ല, അങ്ങനെ വിശ്വാസവും താല്പര്യമല്ല. കേരള കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പോലും കേരള കോൺഗ്രസുമായി BJP ചർച്ചകളൊന്നും നടത്തിയിരുന്നില്ല എന്നാണോ അങ്ങ് പറയുന്നത്? കേരള കോൺഗ്രസ് അങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് വരുമോ നോക്കിയിട്ടല്ല കേരള രാഷ്ട്രീയം നീങ്ങാൻ പോകുന്നത്. സുരേന്ദ്രന് കിട്ടിയ എല്ലാ വോട്ടും അനിൽ ആന്റണിക്കും കിട്ടും എന്നാരും പ്രതീക്ഷിച്ചാൽ അത് ആ പ്രതീക്ഷ ശരിയല്ല. ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നോ നേതാക്കളൊക്കെ അനുനയിപ്പിക്കാനായി അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പോയത്? എനിക്കറിയില്ല അങ്ങനെ ആരെങ്കിലും അനുനയിപ്പിക്കാൻ പോയിന്ന്. ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണല്ലോ അവർ ആലപ്പുഴയിൽ മത്സരിച്ചത്. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശകലനങ്ങളും വിലയിരുത്തലും ആഴത്തിൽ നടത്തുകയാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും. BJPക്ക് ദേശീയ തലത്തിലുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലമല്ല കേരളത്തിലുണ്ടായിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ തലവര തന്നെ മാറ്റിമറിച്ച തെരഞ്ഞെടുപ്പായി 2024 ചരിത്രത്തിൽ ഇടം നേടുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായ ശ്രീ V. മുരളീധരൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് BJPക്ക് ഒരു ടേണിംഗ് പോയിന്റായി മാറുമെന്ന് അങ്ങനെ ഒരു ഉറച്ച ആത്മവിശ്വാസം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒന്നിലധികം സീറ്റുകൾ ജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒരു സീറ്റ് ജയിച്ചു. 2 സീറ്റുകളിൽ ചെറിയ വ്യത്യാസത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. വാസ്തവത്തിൽ ഒരുപക്ഷെ ആ 2 സീറ്റുകൾ കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തേക്കാൾ എത്രയോ മുന്നിലുള്ളൊരു പാർട്ടിയായിട്ട് BJP മാറിയത്. അത് കിട്ടിയില്ല. അതുകൊണ്ട് പ്രതീക്ഷക്കനുസരിച്ചിട്ട് ഞങ്ങൾക്ക് നേട്ടം ഉണ്ടായില്ല. പക്ഷേ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP ആദ്യമായിട്ടൊരു സീറ്റ് ജയിക്കുന്നു, BJPയുടെ വോട്ട് ശതമാനം വർദ്ധിക്കുന്നു. ഇതൊക്കെ നേട്ടങ്ങളായി തന്നെയാണ്. BJPയുടെ ഒരു വോട്ട് വിഹിതം വലിയ രീതിയിൽ സംസ്ഥാന തലത്തിൽ നോക്കുമ്പോൾ വലിയ രീതിയിൽ ഉയർന്നില്ല എങ്കിൽ പോലും പക്ഷേ ഈ ഒരു അക്കൗണ്ട് തൃശ്ശൂർ അക്കൗണ്ട് തുറന്നതിന് പുറമെ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിൽ കുറഞ്ഞത് ആറ്റിങ്ങലും തിരുവനന്തപുരത്തും നല്ല രീതിയിൽ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പാലക്കാട്, പത്തനംതിട്ട, ആലപ്പുഴയിലൊക്കെ വലിയ രീതിയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനൊക്കെ സാധിച്ചു. ഇത് നിങ്ങളിലുണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? ഞങ്ങളുടെ ആത്മവിശ്വാസം നേരത്തെയും കുറവല്ല. ഇത് ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി BJPയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കാൻ കഴിയുന്നവർ തന്നെയാണ്. ചുരുങ്ങിയത് ഈ 3 സീറ്റുകളിലെങ്കിലും ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്ക് കിട്ടും. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വോട്ട് ചെയ്ത് വോട്ട് നഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾ, ഇതുവരെ വിചാരിച്ചിരുന്ന ആളുകൾ, അവരിന് BJPക്ക് ധൈര്യമായിട്ട് വോട്ട് ചെയ്യും. കാരണം BJPക്ക് വോട്ട് ചെയ്ത് ജയിക്കും BJP. തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും ലാസ്റ്റിലൊക്കെ തിരുവനന്തപുരത്ത് ഒരു ഫോട്ടോ ഫിനിഷിംഗ് ആണെങ്കിലും ആറ്റിങ്ങലിൽ 1-2 സ്ഥാനത്തുള്ളവരുടെ തൊട്ട് പിന്നാലെ തന്നെ അങ്ങുണ്ടായിരുന്നു എല്ലാ ഘട്ടത്തിലും. ശ്രദ്ധ മുഴുവൻ ഇപ്പോഴും സുരേഷ് ഗോപിയിലോട്ട് പോയപ്പോൾ ഈ 2 വിജയങ്ങൾ അല്ലെങ്കിൽ 2 വിജയത്തിനൊപ്പം എത്തിയ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒന്ന് നിറമങ്ങിപ്പോയോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മാധ്യമ വിശകലനത്തിലാണെങ്കിലും പാർട്ടി പ്രവർത്തകർക്കാണെങ്കിലും ഈ 2 മണ്ഡലങ്ങളിൽ നല്ല പോരാട്ടം കാഴ്ചവെച്ചു. ഈ 2 മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് ആറ്റിങ്ങൽ ഒരുപക്ഷെ മാധ്യമങ്ങളുടെ വിലയിരുത്തലിൽ ഇല്ലാതിരുന്നൊരു മണ്ഡലമാണ്. BJPക്ക് സാധ്യത ഉണ്ട് എന്ന് കരുതിയിട്ടില്ലാത്തൊരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള ഒരു 7% വോട്ടിൻ്റെ വർധനവ് അത് BJP പ്രവർത്തകരിലും അതുപോലെ മറ്റ് രാഷ്ട്രീയവുമായിട്ട് ബന്ധമുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള മുഴുവൻ ആളുകളുടെ ഇടയിലും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഒട്ടും കുറയാതെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. 2019 താരതമ്യം ചെയ്യുമ്പോൾ അന്ന് നിയമം മാത്രമായിരുന്നു നിയമസഭ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് 11 ഇടത്താണ് മുന്നേറിയത്. 8 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തുമാണ്. അത് നൽകുന്ന ഒരു ഊർജവും കരുത്തും അണികൾക്കിടയിലൊക്കെ കുറഞ്ഞ പക്ഷം എങ്ങനെയായിരിക്കും? അല്ല, BJP പ്രവർത്തകർക്ക് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ സന്തോഷത്തോടുകൂടി സീറ്റ് ഉദ്ദേശിച്ചത്ര കിട്ടിയില്ലെങ്കിലും ആ സീറ്റ് ഉദ്ദേശിച്ചത്ര കിട്ടിയിട്ടില്ല എന്നുള്ള വിഷമം മാറ്റിവെച്ചുകൊണ്ട് പാർട്ടി ഒരു വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നേരത്തെ തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകത ഇത് രണ്ടും പാർട്ടി പ്രവർത്തകർ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിട്ടുണ്ട്.
അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന ഘടകം ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ താഴെത്തട്ടിൽ പ്രവർത്തകർ മുകളിൽ നിന്നുള്ള ഒരു വാക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. താഴെത്തട്ടിലെ പ്രവർത്തകർ വളരെ സജീവമായിട്ട് രംഗത്തിറങ്ങും. ഇനി 2 വർഷം മാത്രമാണ് 2026 നേരിടാൻ. അപ്പോൾ ഈ ഒരു 2 വർഷം നിർണായകമായിരിക്കെ ഏത് രീതിയിലുള്ളൊരു സമൂലമായൊരു മാറ്റം അല്ലെങ്കിൽ സമഗ്രമായൊരു മാറ്റമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? അല്ല, പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിലെ ബന്ധപ്പെട്ട എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ഔപചാരികമായിട്ടുള്ള തീരുമാനം ഇക്കാര്യത്തിലെടുക്കാനുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്, അതിൻ്റെ പ്ലാനിങ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അനൗപചാരികമായിട്ട് ധാരാളം സംഭാഷണങ്ങളും ചർച്ചകളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരിക്കണം നമ്മൾ അടുത്ത 2 വർഷം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ 2 വർഷം കൊണ്ട് 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന 11 മണ്ഡലങ്ങളും 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന 8-9 മണ്ഡലങ്ങളും, ഈ മണ്ഡലങ്ങളെല്ലാം കൂടി പ്രത്യേകമായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് അതിന് പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതെന്തായിരിക്കണം. അതിന് പുറമെ ഏതാണ്ട് ഒരു 10-30ഓളം മണ്ഡലങ്ങളിൽ BJP 40,000-അടുത്ത് വോട്ട് പിടിച്ചിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളും BJP ഫോക്കസ് ചെയ്യേണ്ട മണ്ഡലങ്ങളാണ്. കേരളത്തിൽ ഏതാണ്ട് 70-ൽ പരം മണ്ഡലങ്ങൾ ആ നിലയിൽ BJP പ്രാധാന്യത്തോടുകൂടി കണ്ട് പ്രവർത്തിക്കേണ്ട, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകളടക്കം നടത്തേണ്ട മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ മണ്ഡലങ്ങളെല്ലാം BJP തീർച്ചയായിട്ടും വരും തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളാണെന്നുള്ള നിലയിൽ സംഘടനാ തലത്തിൽ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ചർച്ചകളും യോഗങ്ങളും ഒക്കെ നടന്ന് ഫോർമലായിട്ടുള്ളൊരു തീരുമാനം വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അനൗപചാരികമായിട്ടുള്ള ധാരാളം ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. മാറ്റമെന്ന് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന തലത്തിലും സംസ്ഥാന നേതൃനിരയിലും ജില്ലാ ഘടകങ്ങളിലും ഒക്കെ ഒരു സമൂലമായൊരു അഴിച്ചുപണിയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, മാറ്റം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മൊത്തത്തിൽ അങ്ങനെ ഒരു മാറ്റത്തിലൂടെ മാത്രമേ ഇനി 2 കൊല്ലം മുന്നോട്ട് പോകാനാകൂ എന്ന് കരുതുന്നുണ്ടോ? അത് ഇപ്പോൾ നിലവിലുള്ള ഒരു നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പോയാൽ മതിയെന്നാണ്. BJPയുടെ പ്രസിഡന്റ് ഒരാളാണ് എന്നുള്ളത് കൊണ്ട്, പ്രസിഡന്റ് മാറി എന്നുള്ളത് കൊണ്ട് പാർട്ടി മാറാൻ പോകുന്നില്ലല്ലോ. പാർട്ടി നിലവിലുള്ള ആളുകൾ തന്നെയാണ് പാർട്ടിയിൽ തുടർന്നുണ്ടാവുക. ഒരുപക്ഷെ പ്രസിഡന്റ് ഓരോ കാലാകാലങ്ങളിൽ മാറാറുണ്ട്. 3 വർഷത്തിലൊരിക്കൽ പുതിയ പ്രസിഡന്റ് വരും, അല്ലെങ്കിൽ 3 വർഷം ചില ആളുകൾക്ക് 2 ടേം കിട്ടാറുണ്ട്. പക്ഷേ അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകളെല്ലാവരും അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. അതിൽ പ്രായത്തിൻ്റെയും മറ്റു കാരണങ്ങളാലും ഒക്കെ ചില ആളുകൾ അല്പം പുറകോട്ട് പോകും. അപ്പം പുതിയ ചില ആളുകൾ വരും. അതൊഴിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഒരു സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്നത് ഒരു 10-15 കൊല്ലം അങ്ങനെ നിൽക്കുന്ന ഒരു നേതൃത്വം തന്നെയാണ്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ രാമൻപിള്ള സാറും O രാജഗോപാൽജിയും അന്ന് പ്രസിഡൻ്റായിരുന്ന KV ശ്രീധരൻ മാഷും ഒക്കെ വളരെ ആക്റ്റീവായിരുന്ന കാലമുണ്ട്. ഇപ്പോൾ അവർ അത്ര ആക്റ്റീവല്ല. അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കിട്ടും. പക്ഷേ അവരുടെ ദൈനംദിന പാർട്ടി പ്രവർത്തനത്തിൽ അവർക്ക് പരിമിതികളുണ്ട്, അവരുടെ ആരോഗ്യപരവും ഒക്കെ ആയിട്ടുള്ള കാരണങ്ങളാൽ. അപ്പോൾ പുതിയ ആളുകൾ ഓൾറെഡി ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്, ഇനിയും ആൾക്കാർ വരും. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ അത് പാർട്ടിയുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് തന്നെ ഒരു കണ്ടിന്യൂറ്റിയാണ്. അത് സംസ്ഥാനത്ത് മാത്രമല്ല, ജില്ലയിലും അതിൻ്റെ താഴെയുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെ മാറ്റി കുറേ പുതിയ ആൾക്കാർ വരുന്നു, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സാധ്യമല്ല. സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിൽ 3 കൊല്ലമൊക്കെ കൂടുമ്പോൾ മാറ്റുന്നുവെങ്കിൽ കെ സുരേന്ദ്രന് മാറേണ്ട ഒരു സമയമായി എന്ന് പറയാമോ നമുക്ക്? അല്ല, അങ്ങനെയല്ല. അതായത് സംഘടനാ തലത്തിൽ 3 വർഷത്തിലൊരിക്കൽ പാർട്ടി ഒരു റീസ്ട്രക്ചറിങ് അത് നടത്താറുണ്ട്. ചില പ്രസിഡന്റുമാർക്ക് ഒരു സെക്കൻഡ് ടേം കൊടുക്കാറുണ്ട് ചില ആളുകൾക്ക്. അങ്ങനെയാണ് ഞാൻ 6 വർഷം തുടർന്നത്, 2010 മുതൽ 16 വരെ. ഇപ്പോഴുള്ള സ്ഥിതിയുടെ കാര്യത്തിൽ പാർട്ടി അതിനെക്കുറിച്ച് ഇതുവരെ കൂടിയാലോചനകളൊന്നും നടത്തിയിട്ടില്ല, മാറണോ തുടരണോ അതിനെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയാൻ ഇപ്പോൾ എനിക്ക് കഴിയില്ല. പല പേരുകളും സംസ്ഥാനത്ത് ഉയർന്നും കേൾക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പേര്, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരുടെ, അങ്ങയുടെ പേരുമൊക്കെ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. എൻ്റെ കാര്യത്തിൽ മാത്രമല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ദേശീയ തലത്തിൽ കേരളത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച നടക്കുന്നതായിട്ട് എനിക്കറിവില്ല. കാരണം ദേശീയ തലത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ JP നഡ്ഡാജി, അദ്ദേഹം കേന്ദ്രമന്ത്രിയായ സ്ഥിതിയിൽ ദേശീയ തലത്തിൽ എന്തായാലും പുതിയൊരു പ്രസിഡന്റ് ഉണ്ടാവും, അക്കാര്യം ഉറപ്പാണ്. സംസ്ഥാനങ്ങളെക്കുറിച്ച് ദേശീയ നേതൃത്വം എന്തെങ്കിലും ഇതുവരെ ചർച്ച ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ കാര്യത്തിൽ ഞാൻ ഏതായാലും 6 വർഷം പ്രസിഡൻ്റായിരുന്ന ഒരാളാണ്. കേരളത്തിലെ പാർട്ടി സംഘടനാപരമായിട്ട് ശക്തിപ്പെടുത്താൻ ഞാൻ ആ 6 വർഷക്കാലം കൊണ്ട് ഒരു പരിധിവരെ സാധിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്.
അതുകൊണ്ട് വീണ്ടും പ്രസിഡൻ്റായിട്ട് തിരിച്ചു വരിക എന്നുള്ളത് വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. BJP നല്ല രീതിയിൽ തന്നെ തല ഉയർത്തിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നേതൃനിരയിലൊക്കെ ഒരു ചേഞ്ച്, ഒരു മാറ്റം വേണമെന്ന് സ്വാഭാവികമായും അണികൾക്കിടയിലും ഒരു ആഗ്രഹം ഉണ്ടാകില്ലേ? എനിക്കറിയില്ല. അങ്ങനെ ഇതുവരെ അണികളാരും എന്നോട് അങ്ങനെ ഇപ്പം നന്നായി അതുകൊണ്ട് എന്നാൽ എല്ലാവരും ഒന്ന് മാറട്ടെ എന്ന് എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ ആരും പറയുന്നില്ല. അത് ഉചിതമായിട്ടുള്ള വേദികളിൽ അത് ചർച്ച ചെയ്യേണ്ട ആളുകൾ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് BJPയുടെ രീതി. നമ്മൾ യാത്ര ചെയ്യാൻ പോകുമ്പോൾ ആൾക്കാർ നമ്മളോട് പറയുകയോ അതൊക്കെ അവർ പറയേണ്ട വേദികളിൽ അവർ പറയും. അതല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ പരസ്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു രീതി, ഒരു കോൺഗ്രസ് ശൈലി BJPയിലില്ല. ഇനി 2026 ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ഈ രീതിയിൽ BJP മുന്നോട്ട് പോയാൽ മതിയോ? മുന്നണിയിൽ തന്നെ വലിയൊരു മാറ്റമൊക്കെ, മുന്നണി വിപുലീകരിക്കുക, കുറച്ചുകൂടി ഗൗരവത്തോടെ ചിന്തിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തിയാൽ മാത്രമേ ഇനി മുന്നേറാനാകൂ എന്നൊരു അനിവാര്യതയിലേക്ക് കൂടി BJP എത്തി നിൽക്കുകയാണ്. പ്രധാനമായും കേരള കോൺഗ്രസ് ഒപ്പമൊക്കെ അത്തരം ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിലൊക്കെ നടന്നിരുന്നു. ആ രീതിയിലുള്ള ആലോചനകളിലേക്കൊക്കെ സംസ്ഥാന നേതൃത്വം കടന്നിട്ടുണ്ട്. അല്ല, 2 തലങ്ങളിലാണ് ഇനി വരാൻ പോകുന്ന 2 വർഷത്തിൻ്റെ തയ്യാറെടുപ്പ് നടക്കാനുള്ളത്. ഒന്ന് 2025 ഒക്ടോബർ നവംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. 2 അത് കഴിഞ്ഞ ഉടനെ ഒരു 5 മാസത്തിനകം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ 2 തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുമുള്ള തയ്യാറെടുപ്പുകൾ. ഈ തയ്യാറെടുപ്പുകളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ യോഗങ്ങളുടെ ഒക്കെ തുടർച്ച എന്നുള്ള നിലയിൽ സംസ്ഥാന ഘടകം ചെയ്യുക എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ അതിൻ്റെ ഒരു ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൽ പ്രാദേശികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് BJP വരും ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ചെയ്യുക. പക്ഷേ അതിൻ്റെ ഔപചാരികമായിട്ടുള്ള തീരുമാനങ്ങൾ പാർട്ടിയുടെ ബന്ധപ്പെട്ട ഘടകങ്ങൾ എടുക്കാനുണ്ട്. അല്ലാതെ മുന്നണി വിപുലീകരണത്തെക്കുറിച്ചോ അതേക്കുറിച്ചൊന്നും ഗൗരവത്തോടെ ആലോചന ചർച്ച ചെയ്യുന്നില്ല. പറയട്ടെ, മുന്നണി വിപുലീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി അവിടെ നിന്ന് ഇവിടെ വന്നു, ഈ പാർട്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. ഇപ്പോൾ ഈ പാർട്ടികൾ മുന്നണി മാറുന്നത് ഒരാശയത്തിൻ്റെയും അടിസ്ഥാനമില്ലാതെ ഇന്ന് LDFിൽ, നാളെ UDFിൽ, മറ്റന്നാൾ NDAയിൽ, അത് ജനങ്ങൾ എത്രമാത്രം അംഗീകരിക്കും എന്ന് എനിക്കറിയില്ല. പാർട്ടികൾ മാറുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണി ജയിക്കുന്നു എന്നും എനിക്ക് അഭിപ്രായമില്ല. ഒരു മുന്നണിയും ഈ രാജ്യത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ ജയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ മുന്നണി ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നണിയാണ്. അവരുടെ കൂടെ UDFിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ടികളടക്കം ഇപ്പുറത്ത് വന്നു. എന്നിട്ട് അവർ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു? അപ്പോൾ അതുകൊണ്ട് ഈ മുന്നണികളെല്ലാവരും മുന്നണിയിലേക്ക് പുതിയ പാർട്ടികൾ വന്നതുകൊണ്ട് മുന്നണി ജയിക്കും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ മുന്നണിയോടൊപ്പം, ജനവിഭാഗങ്ങൾ മുന്നണിയോടൊപ്പം, ജനങ്ങളുടെ വിവിധ വ്യത്യസ്ത ധാരകൾ മുന്നണിയോടൊപ്പം, അത് ഏത് മുന്നണിയോടൊപ്പമാണോ ആ മുന്നണിക്കാണ് ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നതും തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് ആറ്റിങ്ങലും തിരുവനന്തപുരത്തും ഞങ്ങൾ പ്രത്യേകിച്ച് മുന്നണിയിൽ മാറ്റൊന്നും വരുത്തിയിട്ടല്ല. അവിടെയൊന്നും മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇല്ലാത്ത മുന്നണിയിലെ പുതിയ ഘടകകക്ഷികളൊന്നും വന്നതുകൊണ്ടല്ല ഞങ്ങൾ മുന്നോട്ട് വന്നത്. ഞങ്ങൾ മുന്നോട്ട് വന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായിട്ടുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സമീപനം എടുക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുകൊണ്ടാണ്. കൂടുതൽ ഘടകകക്ഷികൾ NDAയിലേക്ക് വരികയാണെങ്കിൽ അത് BJPക്ക് ഒരു ബാധ്യതയായി, തലവേദനയായി മാറുമെന്നതാണോ? അതോ ഈ മാറി മാറി വരുന്ന മുന്നണികൾ പിന്നെയും NDAയിലേക്ക്, ഇടതുപക്ഷ മുന്നണികൾ മാറി മാറി പരീക്ഷിക്കുന്നത്? നമ്മളൊരു ട്രഡീഷണൽ രീതിയിലാണ് ആലോചിക്കുന്നത്. ഈ ട്രഡീഷണൽ രീതിയിൽ ആലോചിക്കുന്നതിന് പകരം, അതായത് കേരളത്തിൽ ഇത്ര പാർട്ടികളുണ്ട്, ഈ പാർട്ടികളിൽ അവിടെ നിന്ന് കുറേ പേര് ഇങ്ങോട്ട്, ആ പാർട്ടി ഇങ്ങോട്ട് വരുന്നു, ഈ പാർട്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നു. പാർട്ടികൾ എന്ന് പറയുന്നത് ഒരു തലത്തിൽ ഉള്ള ഒരു സംവിധാനമാണ്. പക്ഷേ ജനങ്ങൾ എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് അപ്പുറത്തുള്ളതാണ്. ഞാൻ പറയുന്നത് ആ പാർട്ടിയുടെ നേതൃത്വം മുന്നണിയിലേക്ക് വരുന്നോ വരില്ലയോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഞാനതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നൊന്നുമില്ല. ആര് വേണമെങ്കിലും വരാനുള്ള സാധ്യതയൊക്കെയാണ്. പക്ഷേ ഞങ്ങളുടെ ശ്രദ്ധ, ഞങ്ങളുടെ പരിശ്രമം ഈ പാർട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ കൂടെ കൊണ്ടുവരാനാണ്. അതിൽ പല ജനവിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിഷറീസ് വകുപ്പ് സംസ്ഥാനത്ത് നിന്നുള്ള പാർട്ടി നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യനെ
കേന്ദ്ര സർക്കാരിൽ പ്രധാനമന്ത്രി ഏൽപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തീരദേശ മേഖല വലിയൊരു ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. ആ മേഖലയിലെ പ്രശ്നങ്ങൾ BJPക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സമീപനം ഉണ്ടായാൽ അത് തീരദേശ മേഖലയിൽ വലിയ ചലനം ഉണ്ടാക്കും. ഇതുപോലെയുള്ള നിരവധി, ഞാൻ ജനവിഭാഗം എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് ഒരു പ്രത്യേക വിഭാഗങ്ങളിൽ സ്വാധീനമുള്ള വ്യക്തികളെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസി വേ ഒരു പ്രത്യേക മേഖലകളിൽ അല്ലെങ്കിൽ പ്രത്യേക സമുദായത്തിനൊക്കെ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ മുന്നണിയിൽ കൊണ്ടുവരുന്നതല്ലേ? അല്ല, അങ്ങനെ ഒരു പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സ്ഥിരമായിട്ട് എവിടെയാണ് സ്വാധീനമുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ഉണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെടില്ലല്ലോ. കേരള കോൺഗ്രസിനുള്ള വിശ്വാസ്യതയും താല്പര്യമൊക്കെ ഇപ്പൊ കുറഞ്ഞു വന്നാണ്. വിശ്വാസം താല്പര്യമല്ല, കേരള കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പോലും കേരള കോൺഗ്രസുമായി BJP ചർച്ചകളൊന്നും നടത്തിയിരുന്നില്ല എന്നാണോ അങ്ങനെയല്ല. അതായത് എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരള കോൺഗ്രസ് അങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് വരുമോ നോക്കിയിട്ടല്ല കേരള രാഷ്ട്രീയം നീങ്ങാൻ പോകുന്നത്. കേരള കോൺഗ്രസ്സിനൊരു റോൾ ഉണ്ടാവും. പക്ഷേ കേരള കോൺഗ്രസും ഇപ്പോൾ ഏത് കേരള കോൺഗ്രസിൻ്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നതെന്നുള്ളത് തന്നെയാണ് പ്രശ്നം. കേരള കോൺഗ്രസ് പലതുണ്ട്, ഞങ്ങളുടെ കൂടി ഒരു കേരള കോൺഗ്രസ് ഉണ്ട്. ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പോലും അത്തരത്തിലുള്ള ചർച്ചകൾ BJPയുമായി നടത്തിയിട്ടില്ല. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് KM മാണിയുടെ കേരള കോൺഗ്രസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എവിടെയാണ്, KM മാണിയുടെ കേരള കോൺഗ്രസ് എവിടെയായിരുന്നു? ഈ കേരള കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ജനവിഭാഗങ്ങൾ, ആ ജനവിഭാഗങ്ങൾക്ക് ഇപ്പോൾ എത്രമാത്രം വിശ്വാസം ഇന്നത്തെ കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ട്? ഇതൊക്കെ ഒരു വിഷയമാണ്. ജനങ്ങൾക്ക് ഒരുപക്ഷെ അതിൽ വിശ്വാസമില്ലെങ്കിൽ CPMന് നല്ല വിശ്വാസമാണെന്ന് തോന്നുന്നു. കാരണം സ്വന്തം കയ്യിലിരുന്ന രാജ്യസഭാ സീറ്റാണ് കൊടുത്തത്. അതാണല്ലോ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിക്ക് ഇപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്നവരാരാണെന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം പാർട്ടി നോക്കി മുന്നണി വിപുലീകരണം എന്ന് വെച്ചിട്ട് ഞങ്ങളിപ്പോൾ ഏതെങ്കിലും UDFലോ LDFലോ ഉള്ള ഒരു പാർട്ടി അവരെ വിട്ടിട്ട് ഞങ്ങളുടെ കൂടെ വരുമ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറയില്ല. പക്ഷേ അതിനെ മാത്രം ആശ്രയിച്ചിട്ടായിരിക്കില്ല ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെയും സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെയും അടിസ്ഥാനം. കേരള രാഷ്ട്രീയം കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം മുന്നണികൾ മാറി പരീക്ഷിച്ചിട്ടുള്ള അദ്ദേഹത്തെ പോലെ ഇത്രയേറെ പരീക്ഷിച്ച വേറൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എന്നൊരു സംശയമാണ്. ശ്രീ PC ജോർജിനെയാണ് ഉദ്ദേശിച്ചത്. ആ PC ജോർജിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങീ പറഞ്ഞ ട്രഡീഷണൽ ആയ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഈ രീതിയിലൊരു വിമുഖത കാണിക്കുന്നത്? അല്ല, വിമുഖതയല്ല, ഞാൻ അപ്പോഴും പറഞ്ഞല്ലോ, എന്ന് വെച്ചിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയില്ല എന്ന് ഞാൻ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു വ്യക്തികളാണ്. ഇപ്പോൾ ജോർജ് കുര്യൻ്റെ കാര്യം അങ്ങ് പറഞ്ഞതുപോലെ തന്നെയും അനിൽ കെ ആന്റണി BJPയുടെ എടുത്തതുപോലും ഒരുപക്ഷെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പുറത്തായിരിക്കുമെന്നാണ് നിങ്ങൾ തന്നെ വാദിക്കുന്നത്. പത്തനംതിട്ടയിൽ 2019 K സുരേന്ദ്രൻ നേടിയ വോട്ടുകളൊന്നും തന്നെ നിലനിർത്താൻ അനിൽ ആന്റണിക്ക് സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അതായത് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട് അത് നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഒരാൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് സ്ഥിരമായിട്ട് അയാൾക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നതിരിക്കട്ടെ, അയാൾ തോക്കാനേ പാടില്ല. അയാളുടെ കൂടെയുള്ള വോട്ട് ഫിക്സഡ് ആയിട്ട് അയാളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അത് മാറും. പക്ഷെ മറ്റ് മണ്ഡലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഉയർന്നു വന്ന മണ്ഡലങ്ങൾ പാലക്കാട് മറ്റെല്ലാ മണ്ഡലങ്ങളും വ്യത്യസ്തമായ കാഴ്ചയാണ് പത്തനംതിട്ട കണ്ടത്. പൂർത്തിയാക്കിയില്ല. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം ഒരു പ്രത്യേക സാഹചര്യം. പത്തനംതിട്ടയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യവും 2019 തിരുവനന്തപുരത്തെ സാഹചര്യവും 2019 പത്തനംതിട്ട സാഹചര്യവും തമ്മിൽ താരതമ്യം ചെയ്താൽ തിരുവനന്തപുരത്തില്ലാതിരുന്ന പല ഘടകങ്ങളും പത്തനംതിട്ടയിലുണ്ടായിരുന്നു. ശബരിമല കേരളം മുഴുവൻ ഉണ്ടായിരുന്നു. പക്ഷേ ശബരിമലയുടെ ഇമ്പാക്റ്റ് അത് മറ്റാർക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ ആ ഇമ്പാക്റ്റ് പ്രയോജനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ K സുരേന്ദ്രൻ. അത് ആ ഘട്ടത്തിൽ പ്രയോജനപ്പെട്ടു. കാരണം സുരേന്ദ്രൻ ജയിലിൽ കിടന്നു, തിരിച്ചു വന്നു, പുറത്തിറങ്ങി. പക്ഷേ K സുരേന്ദ്രൻ തന്നെ 2019 ശേഷം തൊട്ട് പിറകെ കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആ വോട്ട് കിട്ടിയില്ല. കാരണം അതൊരു പ്രത്യേക സാഹചര്യത്തിൽ കിട്ടുന്നതാണ്. അത് BJP വോട്ടല്ല, BJPയുടെ സ്വാധീനമല്ല, സുരേന്ദ്രൻ്റെ സ്വാധീനമല്ല, ഒന്നുമല്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ കിട്ടിയ വോട്ടാണ്. അതേപോലെ അനിൽ ആൻ്റണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സുരേന്ദ്രന് കിട്ടിയ എല്ലാ വോട്ടും അനിൽ ആൻ്റണിക്കും കിട്ടും എന്നാരും പ്രതീക്ഷിച്ചാൽ അത് ആ പ്രതീക്ഷ ശരിയല്ല.
പക്ഷേ സുരേന്ദ്രന് കിട്ടാത്ത ചില വോട്ട് അനിൽ ആൻ്റണിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് സുരേന്ദ്രന് കിട്ടിയില്ല. അപ്പോൾ സുരേന്ദ്രന് കിട്ടിയിരുന്ന ചില വോട്ട് കിട്ടില്ല, കിട്ടാതിരുന്ന ചില വോട്ട് കിട്ടും. ഈ അടുത്ത തവണ അനിൽ ആൻ്റണി ഇതിനെ വീണ്ടും വർദ്ധിപ്പിച്ചു എന്നിരിക്കട്ടെ, അടുത്ത 5 വർഷം കൊണ്ട്. സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ അനിൽ ആൻ്റണിക്ക് വിജയസാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അടുത്ത തവണ അനിൽ ആൻ്റണി തന്നെയാകും 2029 ഉറപ്പിച്ചു. ഇപ്പോഴേ അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടുണ്ട്. ഒരാളുടെയും കാര്യത്തിൽ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരു സ്ഥാനാർത്ഥിയെ വീണ്ടും പാർട്ടി പരിഗണിക്കുന്നത് ആ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര സജീവമായിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ, അവിടുത്തെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ആ സ്ഥാനാർത്ഥിയെ വീണ്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ്. ഇത് സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനൊരു മാനദണ്ഡം? അല്ലല്ല, എല്ലാവരുടെയും കാര്യത്തിൽ. ഒരാളുടെയും കാര്യത്തിൽ അതിൽ മാനദണ്ഡത്തിൽ വ്യത്യാസമില്ല. മാനദണ്ഡം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. അല്ല, ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത് സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂർ വിജയിച്ചതിന് ശേഷമാണ്. 2016 ഞാൻ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അന്ന് മുതൽ ഞാൻ ഈ കഴക്കൂട്ടത്തുണ്ട്. 2016 ശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ കേന്ദ്രമന്ത്രിയാണ്, ഇപ്പോൾ കഴക്കൂട്ടത്ത് പോയി മത്സരിക്കേണ്ടതില്ല എന്ന് പാർട്ടി പറഞ്ഞതുകൊണ്ട് മത്സരിച്ചില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ 2016 തൊട്ട് 2021 വരെ കഴക്കൂട്ടത്ത് വീണ്ടും അതേപോലെ സജീവമായിട്ട് നിന്നിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ മത്സരിച്ചേനെ. അപ്പോൾ ഇത് ഇപ്പോൾ പുതുതായിട്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ പുതിയ തിയറിയൊന്നുമല്ല. 2019 കെ സുരേന്ദ്രൻ പത്തനംതിട്ട നേടിയത് വലിയ രീതിയിലുള്ളൊരു വോട്ട് വളർച്ചയാണ്. ഏകദേശം 3 ലക്ഷത്തോളം വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ സാധിച്ചു. ഒരുപക്ഷെ 5 വർഷം അദ്ദേഹം പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ഒരു പ്രവർത്തനമൊക്കെ നടത്തിയിരുന്നുവെങ്കിൽ ഈ 2024 ഒരു MP കൂടി കാര്യമുണ്ടല്ലോ. അതായത് 2019 സുരേന്ദ്രൻ അവിടെ മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്ന, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേക ഒരു സാഹചര്യം. പിന്നീട് അതേ മണ്ഡലത്തിൽ സുരേന്ദ്രൻ മത്സരിച്ചിട്ട് വോട്ട് കിട്ടാതിരുന്നതിനെ കുറിച്ച് അല്ല, അദ്ദേഹം അവിടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതിലൊരു പരിമിതി ഉണ്ടല്ലോ. അദ്ദേഹം പിന്നീട് സംസ്ഥാന പ്രസിഡന്റായി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ധാരാളം പരിമിതികളുണ്ടായി. ഇതൊക്കെ കൊണ്ടാവുമല്ലേ സംസ്ഥാന അധ്യക്ഷന്മാര് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതമെന്നുള്ള പൊതുവെ വിലയിരുത്തലുകളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയല്ല, എല്ലാ സംസ്ഥാനത്തും അങ്ങനെയല്ല. കേരളത്തിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് വരുന്നത്. ഇപ്പം ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഞാൻ മത്സരിച്ചിട്ടേ ഇല്ല. ഞാൻ 2009 മത്സരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 2009 ശേഷം 2010 ഞാൻ പ്രസിഡൻ്റായി. 2015 വരെ 16 ജാനുവരി വരെ ഞാൻ മത്സരിച്ചിട്ടില്ല. 16 മെയിലെ തെരഞ്ഞെടുപ്പിലാണ് ഞാൻ മത്സരിക്കുന്നത്. അതേസമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ അതല്ല. ഇപ്പോൾ അണ്ണാമലൈ തമിഴ്നാട്ടിൽ മത്സരിച്ചു, കർണാടകത്തിൽ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ മത്സരിച്ചു, ആന്ധ്രയിലെ സംസ്ഥാന അധ്യക്ഷ പുരന്ദേശ്വരി അവിടെ മത്സരിച്ചു, ജയിച്ചു അവർ. തെലങ്കാനയിലെ സംസ്ഥാന അധ്യക്ഷൻ കിഷൻ റെഡ്ഡി മത്സരിച്ച് ജയിച്ചു. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം നോക്കിയ ബംഗാളിൽ അവിടുത്തെ പ്രസിഡന്റ് സുകാന്ത മജുംദാർ, അദ്ദേഹം അവിടെ മത്സരിച്ച് ജയിച്ചു. അതായത് സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം, സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് സംസ്ഥാനത്തെ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ സമയം കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, പാർട്ടിക്ക് സംസ്ഥാന അധ്യക്ഷൻ നോക്കിയില്ലെങ്കിൽ പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പാർട്ടി വരും. അതേസമയത്ത് ചില സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചാലും ബാക്കി കാര്യങ്ങൾ നോക്കാൻ പാർട്ടി നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇത്തവണ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചു. പക്ഷേ 3-4 മണ്ഡലങ്ങൾ വീതം നോക്കാൻ പ്രത്യേകം പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ തെക്കൻ കേരളത്തിൻ്റെ മേഖലകളൊക്കെ നോക്കാനായിട്ട് അങ്ങനെ ശ്രീ PK കൃഷ്ണദാസിനെ ചുമതലപ്പെടുത്തിയിരുന്നു, P സുധീറുണ്ടായിരുന്നു, ഇതുപോലെയുള്ള പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളുണ്ടായിരുന്നു. അപ്പോൾ അതില്ലാത്ത സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചില ഒരു ഇതുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരുന്നതുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ മത്സരിക്കേണ്ടെന്ന് വ്യക്തിപരമായി ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഇത്തവണ വയനാട്ടിലെ തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. കേന്ദ്ര നേതൃത്വം രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മത്സരിക്കാൻ ഒരു മുതിർന്ന നേതാവ് മത്സരിക്കണം എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. അവസാനം ബാക്കി മിക്കവാറും മുതിർന്ന നേതാക്കന്മാരൊക്കെ ഓരോ സ്ഥലത്തും തെരഞ്ഞെടുപ്പ് ഓൾറെഡി സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക്. സുരേഷ് ഗോപി വിജയിച്ചത് തൃശ്ശൂരിൽ അദ്ദേഹം ആദ്യ ദിവസം തന്നെ വ്യക്തിപരമായി തനിക്ക് ലഭിച്ച വോട്ടുകൾ എന്ന അർത്ഥത്തിൽ, അത് പലരും വ്യാഖ്യാനിച്ചത് സംസ്ഥാന നേതൃത്വത്തെയൊക്കെ അങ്ങ് അദ്ദേഹം ഒരു അർത്ഥത്തിൽ തള്ളിപ്പറയുന്നുവെന്നായിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് BJPക്കാരല്ലാത്തവർ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. കാരണം സുരേഷ് ഗോപിക്ക് കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും
BJPക്ക് പുറമെയുള്ള ഒരു വലിയൊരു ശതമാനം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടും. അതിപ്പോൾ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും മത്സരിച്ചാലും ഇതേ സാഹചര്യം ഉണ്ടാവും. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇന്നിപ്പോൾ എനിക്ക് മത്സരിച്ച് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, അദ്ദേഹം ജയിച്ചു പോയേനെ. പക്ഷേ ഒരാൾക്ക് ഒരു സ്ഥലത്തല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന് വ്യക്തിപരമായും വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്, അല്ലാതെ പാർട്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം ഒരിക്കലും പറയുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം അദ്ദേഹം തന്നെ അറിയുന്ന ഒരാളാണ്. പാർട്ടി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം പാർട്ടി ചെയ്തു. അതാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. പാർട്ടി ചെയ്തിട്ടില്ല എന്നല്ല, ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം പാർട്ടി ചെയ്തു. അങ്ങനെ കൂടെ നിന്ന പാർട്ടി പ്രവർത്തകരാണ് തൃശ്ശൂരിലെ പ്രവർത്തകർ. ഒടുവിൽ കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചപ്പോൾ എന്തായിരുന്നു ഒരു ആശയക്കുഴപ്പം ഉണ്ടായത്? അത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യത്തിലും പെട്ടെന്ന് ചില വൈകാരികമായ ചില പ്രതികരണങ്ങൾ ഈ 2 നേതാക്കന്മാരുടെ ഭാഗത്തും ഉണ്ടായല്ലോ. സുരേഷ് ഗോപി പറഞ്ഞല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അത് മാധ്യമ പ്രവർത്തകർ തെറ്റിദ്ധരിച്ചതാണെന്ന്. അദ്ദേഹം പറഞ്ഞത് പിന്നീട് അദ്ദേഹം ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ മറ്റോ അദ്ദേഹം ഒരു കുറിപ്പായിട്ട് തന്നെ ഇറക്കിയല്ലോ. അദ്ദേഹം പറഞ്ഞു, നരേന്ദ്രമോദിയുടെ ടീമിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവുമേ ഉള്ളൂ. പക്ഷെ അത് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു പ്രചരണം നടക്കുന്നതെന്ന് അറിയുന്നുണ്ടാവില്ല. ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നോ നേതാക്കളൊക്കെ അനുനയിപ്പിക്കാനായി അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പോയത്? അനുനയിപ്പിക്കാനൊന്നും ആരും പോയത് എനിക്കറിയില്ല, അങ്ങനെ ആരെങ്കിലും അനുനയിപ്പിക്കാൻ പോയിന്ന്. കാരണം അദ്ദേഹം മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഡൽഹിയിലുണ്ടായിരുന്ന BJP പ്രവർത്തകർ ധാരാളം പേർ, അവരെല്ലാവരും ജോർജ് കുര്യനെയും കാണാൻ വന്നു. ജോർജ് കുര്യനെ അനുനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവരെ അഭിനന്ദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സുരേഷ് ഗോപി അനുനയിപ്പിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത് രണ്ടുപേരെയും അഭിനന്ദിക്കാൻ പോയി, അനുനയിപ്പിക്കാനല്ല. അനുനയിപ്പിക്കാനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ജോർജ് കുര്യൻ്റെ അടുത്ത് വരേണ്ട കാര്യമില്ലല്ലോ. കാരണം ഡൽഹിയിൽ ഈ തവണ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏതാണ്ട് 300ഓളം നേതാക്കന്മാർക്ക്, ജില്ലാ പ്രസിഡന്റുമാർ, ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രവർത്തനം നോക്കിയ ചുമതലപ്പെട്ട ആളുകൾ ഉൾപ്പെടെ 300ഓളം പേർക്ക് കേന്ദ്ര തലത്തിൽ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ആ ഇൻവിറ്റേഷൻ കാരണം ഏതാണ്ട് അത്ര തന്നെ സംഖ്യ ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും അവർ സത്യപ്രതിജ്ഞ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ വണ്ടി കയറി പോരുന്നതിന് പകരം അവരൊക്കെ 1-2 ദിവസം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സത്യപ്രതിജ്ഞക്കിടയിൽ ആരെയും നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 2 പേരെയും അഭിനന്ദിക്കാൻ, ബൊക്കെ കൊടുക്കാൻ, മാലയിടാൻ ഒക്കെ ആയിട്ട് 2 പേരെയും കാണാൻ ആൾക്കാർ പോയി. അതിൽ സുരേഷ് ഗോപിയെ കാണാൻ പോയതൊരു വാർത്തയായി, ജോർജ് കുര്യനെ കാണാൻ പോയത് വാർത്തയായില്ല, അത്രേ ഉള്ളൂ. എന്തായാലും നിലവിൽ സുരേഷ് ഗോപി ഇപ്പോൾ പൂർണ്ണ സംതൃപ്തനാണ്. അദ്ദേഹം നേരത്തെയും ഇപ്പോഴും ഒക്കെ സംതൃപ്തനാണെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിന് ഒരിക്കലും അസംതൃപ്തി ഉണ്ടായതായിട്ട് ആരോടും, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടി, അത് രാജ്യസഭയിലൂടെ അല്ല, ലോക്സഭയിലൂടെ ജനസമിതിയിൽ കിട്ടിയ ഒരു കേന്ദ്രമന്ത്രിയാണ് BJPക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം, എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇനി സംസ്ഥാന നേതൃത്വത്തിൽ പൊതുവെ സുരേഷ് ഗോപിയെക്കുറിച്ച്, അത് അങ്ങ് എത്ര നിഷ്കളങ്കമായല്ല എന്ന് പറഞ്ഞാലും അറിയാവുന്ന കാര്യം തന്നെയാണ് മാധ്യമപ്രവർത്തകർക്കൊക്കെ. സംസ്ഥാന നേതൃത്വവുമായി അങ്ങനെ സഹകരിച്ചു പോകുന്നൊരു വ്യക്തിയല്ല, ദേശീയ നേതൃത്വത്തിൻ്റെ നോമിനിയാണ് സുരേഷ് ഗോപി. പക്ഷേ ഇനി അദ്ദേഹം ഒരു ഉത്തരവാദിത്വപ്പെട്ട പദവിയിൽ ഇരിക്കുമ്പോൾ ഇനി അതേ ശൈലി അദ്ദേഹത്തിന് പിന്തുടർന്നാൽ സംസ്ഥാന നേതൃത്വത്തിൽ BJPക്ക് ഇതൊരു പ്രതിസന്ധി ഉണ്ടാകില്ലേ? ഒന്നാമത്തെ കാര്യം, അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ അല്ല, ദേശീയ നേതൃത്വത്തിൻ്റെ നോമിനിയാണ്. ഞാൻ മന്ത്രിയായപ്പോഴും അതും ദേശീയ നേതൃത്വത്തിൻ്റെ നോമിനിയായിരുന്നു. അങ്ങ് സംസ്ഥാന ഘടകം നിർദ്ദേശിച്ച ആളല്ല. സുരേഷ് ഗോപി അങ്ങ് ഒരു താരതമ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹവും BJPയിലെ ബാക്കി പല ആളുകളും തമ്മിൽ ഉള്ള ഒരു വ്യത്യാസം, അദ്ദേഹം അടിസ്ഥാന തലത്തിൽ രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമായിട്ട് വളർന്നു വന്ന ഒരാളല്ല. അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്, ചലച്ചിത്ര പ്രവർത്തകനാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖറും അതുപോലെയാണ്. അദ്ദേഹം ബൂത്ത് പ്രസിഡൻറ്റോ മണ്ഡലം പ്രസിഡൻറ്റോ ഒന്നുമായിരുന്ന ആളല്ല. അപ്പോൾ അങ്ങനെയുള്ള നിരവധി ആളുകൾ BJPയിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സെൻട്രൽ പാർട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിരവധി ആൾക്കാർ, അശ്വിനി വൈഷ്ണവിനെ പോലെയുള്ള ആളുകൾ, അവരൊന്നും സംഘടനാ പ്രവർത്തനം നടത്തിയിട്ട് വന്ന ആളുകളല്ല. എന്ന് വെച്ചിട്ട് അവർക്ക് സംസ്ഥാന ഘടകവുമായിട്ട് ഒരു ബന്ധമില്ല, അങ്ങനെയും അല്ല. അദ്ദേഹം ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അതുപോലെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് അല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹം BJPയുടെ മണ്ഡലം കമ്മിറ്റി യോഗത്തിലും ജില്ലാ കമ്മിറ്റി യോഗത്തിലൊന്നും അദ്ദേഹം പങ്കെടുക്കാറില്ല. അത് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് സംസ്ഥാന ഘടകം അദ്ദേഹവുമായിട്ട് അകൽച്ചയിലാണ്, അത് അങ്ങനെയുള്ള മാധ്യമ വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനമില്ല. കാരണം അദ്ദേഹം പ്രവർത്തിക്കുന്ന, അങ്ങനെ ഏതെങ്കിലും BJPയുടെ സംസ്ഥാന ഘടകം നിർദ്ദേശിച്ചിട്ടല്ലേ അവിടുത്തെ ജില്ലയിലെ പ്രവർത്തകർ മുഴുവൻ പ്രവർത്തിക്കുന്നത് അവിടെ. ഇപ്പോൾ സംസ്ഥാന ഘടകം സമ്പൂർണ്ണമായിട്ടും സുരേഷ് ഗോപി വിജയിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി തന്നെ അവിടെ പ്രവർത്തിച്ചു.
അത് മനസ്സിലാകാത്ത ആളുകൾ ഈ തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. അത് അവരുടെ അറിവില്ലായ്മയാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള പോരായ്മയാണ്. ഓരോരുത്തരും അവരവരുടെ രീതിയിലാണ് പ്രവർത്തിക്കുക. അൽഫോൺസ് കണ്ണന്താനവും അദ്ദേഹം BJPയുടെ സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലോ ഒന്നും വരാറില്ല. അദ്ദേഹം പാർട്ടി ചേർന്നതിന് ശേഷവും പാർട്ടി ചേർന്ന് കുറേ കാലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മന്ത്രിയാവുന്നതും ഒക്കെ. പാർട്ടിയിൽ അതിന് മുമ്പ് ചേർന്നു. പക്ഷേ എന്ന് വെച്ചിട്ട് അദ്ദേഹം അകൽച്ചയിലൊന്നും ആയിരുന്നില്ല. ഈ അവരുമായിട്ടൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ പാർട്ടിയുടെ ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കൾ ഇൻഡിവിജ്വൽ ലെവലിൽ നടത്തും. ഈ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വിജയത്തോടോ അല്ലെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി അതുപോലെയല്ല നമ്മൾ സുരേഷ് ഗോപിയുടെ ആ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്ത് കാണേണ്ടത്. അദ്ദേഹം ഇവിടെ ഞാൻ പറഞ്ഞത് അതന്നെ, മന്ത്രിസ്ഥാനത്തെ അല്ല ഞാൻ പറയുന്നത്. പാർട്ടി പ്രവർത്തകരല്ലാത്ത ആളുകൾ പാർട്ടിയുമായിട്ട് അടുത്തു വരികയും പാർട്ടിയുടെ ഭാഗമാവുകയും അവർ സ്ഥാനാർത്ഥിയാവുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ പോലെ തന്നെ അൽഫോൺസ് കണ്ണന്താനവും സംസ്ഥാന കമ്മിറ്റി മീറ്റിങ്ങുകളിൽ ആ കാലത്ത് വന്നിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. കാരണം അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തിൽ ഉള്ള ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ ഇനി ഒരുപക്ഷെ BJPയുടെ കോർ കമ്മിറ്റിയിലൊക്കെ അദ്ദേഹം അതിൽ അംഗമാണോ എന്നത് വേറെ ഒരു ചോദ്യം. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള നിർണായക തീരുമാനങ്ങളൊക്കെ BJP സംസ്ഥാന ഘടകം എടുക്കുമ്പോൾ സുരേഷ് ഗോപിയും കൂടി അതിൻ്റെ ഒരു ഭാഗമാകേണ്ടത് അനിവാര്യതയാണ്. നേതൃത്വം തീരുമാനിക്കും. BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി സ്റ്റേറ്റിൽ തിരഞ്ഞെടുക്കുന്നതോ സംസ്ഥാന അധ്യക്ഷൻ നോമിനേറ്റ് ചെയ്യുന്നതോ അല്ല. സംസ്ഥാന കോർ കമ്മിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വം അൾട്ടിമേറ്റായിട്ട് തീരുമാനമെടുക്കുന്നതാണ്. കേന്ദ്ര നേതൃത്വമാണ് സംസ്ഥാന കോർ കമ്മിറ്റി തീരുമാനിക്കുന്നത്. സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ സംസ്ഥാന അധ്യക്ഷൻ്റെതാണ്, അദ്ദേഹമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ കോർ കമ്മിറ്റിയെ തീരുമാനിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ്. അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ഉദാഹരണത്തിന് ചില ഇന്ത്യയിലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ അവർ സംഘടനാ കാര്യങ്ങളെക്കാൾ കൂടുതൽ, രാഷ്ട്രീയ കാര്യങ്ങളെക്കാൾ കൂടുതൽ അവർ ഗവർണൻസും അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പാർട്ടിയുടെ സെൻട്രൽ ലീഡർഷിപ്പ് തീരുമാനിച്ചിരുന്നു എന്നിരിക്കട്ടെ. അവരതനുസരിച്ചിട്ടായിരിക്കും അവരുടെ റോൾ. അവർ സംസ്ഥാനത്തെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് സെൻട്രൽ ലീഡർഷിപ്പ് തീരുമാനിച്ചു എന്നിരിക്കട്ടെ, ആ റോൾ എടുക്കും. സുരേഷ് ഗോപി പാർട്ടി എടുക്കുന്ന തീരുമാനം പൂർണ്ണമായും ശിരസാ വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് സുരേഷ് ഗോപിയാണെങ്കിലും കണ്ണന്താനമാണെങ്കിലും ഇനി ജോർജ് കുര്യനാണെങ്കിലും. അതുകൊണ്ട് പക്ഷേ എല്ലാവർക്കും ഒരേ റോളായിരിക്കില്ല. അവരവരുടെ പ്രത്യേകതകളും അവരവരുടെ കഴിവുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടി ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കും. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് എന്ത് റോളാണ് ഇനി വരാൻ പോകുന്നത്, ഇപ്പോൾ അങ്ങനത്തെ ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം പാർട്ടി എടുക്കും, തീർച്ചയായിട്ടും എടുക്കും. എടുക്കുന്ന സമയത്ത് അദ്ദേഹം കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും BJPയുടെ തീരുമാനങ്ങളുടെ മുഴുവൻ ഭാഗമായിരിക്കും എന്നാണ് സെൻട്രൽ പാർട്ടി തീരുമാനിക്കുന്നിരിക്കട്ടെ. അങ്ങനെ വരും. അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനവും മുഴുവൻ പാർട്ടിക്ക് പ്രയോജനപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ താല്പര്യം. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു വൈകാരികമായ ഒരു പ്രകടനമൊക്കെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായത്? അല്ല, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ ഏതൊരു ഇന്ത്യൻ തെറ്റായിട്ട് ചെയ്ത ഒരു കാര്യമാണെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എല്ലാവരുടെയും കാര്യത്തിൽ അത് നേരിട്ട് ആ വ്യക്തി തന്നെ ആവണമെന്നില്ല. ചില ആളുകൾ ചെയ്യുന്നുണ്ടാവും. ചില ആളുകളുടെ കാര്യത്തിൽ ചില ട്വീറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ കാണിച്ച അപ്രൂവൽ വാങ്ങിയിട്ടായിരിക്കും ചെയ്യുന്നത്. ചില ട്വീറ്റുകളുടെ കാര്യത്തിൽ രണ്ടുപേര് ഈ ചെയ്യുന്ന ആൾ തെറ്റിപ്പോയി എന്നിരിക്കട്ടെ, ഇദ്ദേഹം അത് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല എന്നിരിക്കട്ടെ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം പ്രധാന ദിവസം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടുകയും അങ്ങനെ ഒരു അശ്രദ്ധമായ അല്ലെങ്കിൽ അശ്രദ്ധമായ രീതിയിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ അദ്ദേഹം ബോധപൂർവം ചെയ്തതാണെങ്കിൽ അദ്ദേഹം പിൻവലിക്കില്ലല്ലോ. പിന്നീട് പിൻവലിക്കാൻ മറ്റു രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന്മേൽ ഉണ്ടായില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ അത്തരത്തിലുള്ളൊരു ട്വീറ്റ് പോയി, ആളുകൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി, അപ്പോൾ അദ്ദേഹം തിരുത്തി. ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെയും വലിയ രീതിയിൽ വോട്ട് ശതമാനം ഉയർത്താൻ കഴിവുള്ളൊരു നേതാവാണെന്ന് ഈ 2024 ആലപ്പുഴയിൽ അവർ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും അവർക്ക് ഈ രീതിയിൽ ജനസമ്മതിയുള്ളൊരു നേതാവാണ് എന്ന് തെളിയിക്കുമ്പോൾ അവർക്ക് അർഹമായൊരു പദവി കൊടുക്കേണ്ടത് BJP എന്തൊക്കെയാണ് BJPയുടെ ഒരു വനിതാ ഫേസ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ഇനിയും അങ്ങനെ അതിലൊരു കാലതാമസം ഉണ്ടാകേണ്ടതുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഈ മത്സരിക്കുന്ന സ്ഥലത്തൊക്കെ വോട്ട് വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ.
BJPയുടെ നിരവധി സ്ഥാനാർത്ഥികൾ അങ്ങനെ വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ 3 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 3 സ്ഥലത്തും വലിയ തോതിൽ വോട്ട് വർദ്ധിച്ചു. കഴക്കൂട്ടത്ത് 8000 വോട്ടുണ്ടായിരുന്നത് 43,000ആയി. ആറ്റിങ്ങൽ 2,48,000 ഉണ്ടായിരുന്നു, 3,12,000ആയി. അല്ല, ഞാൻ പറയട്ടെ, തിരിച്ച് എനിക്ക് ചോദിക്കാലോ. അടിത്തറയൊന്നും പാകിയതല്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ സമയത്ത് കിട്ടുന്നതാണ്. ശോഭയും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരാളുടെ കഴിവ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാനിതിപ്പോൾ എൻ്റെ കഴിവാണെന്ന് ഞാൻ പറയില്ല. ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ BJPക്ക് കിട്ടുന്ന പിന്തുണയാണ്. എൻ്റെ പോയിൻ്റ് കഴക്കൂട്ടത്ത് 8000-ൽ 43,000 ആയതും ആറ്റിങ്ങലിൽ 3,12,000 ആയതും എൻ്റെ കഴിവല്ല. വാസ്തവത്തിൽ BJPക്ക് ഇത്രയും ജനപിന്തുണ ഉണ്ട്. ആ ജനപിന്തുണ ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഇത്തവണ തീരുമാനമെടുത്തു. അതിനനുകൂലമായിട്ടുള്ള അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്ത് വോട്ടുണ്ട്, ആറ്റിങ്ങലിൽ വോട്ടില്ല. അങ്ങനെ സംഭവിക്കുക? കാരണം തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഞാൻ ചോദിക്കട്ടെ, അണ്ടൂർകോണം പഞ്ചായത്തിൻ്റെ ഇടതുവശം ആറ്റിങ്ങൽ, വലതുവശം തിരുവനന്തപുരം. അപ്പോൾ വലതുവശത്ത് റോഡിൻ്റെ ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ BJPക്കാർ, റോഡിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ BJP അല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രദേശം പൊതുവേ ഒരു സമാനമായിട്ടുള്ള രീതിയിലാണ് ചിന്തിക്കുക. അതിൻ്റെ ഇതുണ്ടായിട്ടുണ്ട്. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണല്ലോ അവർ ആലപ്പുഴയിൽ മത്സരിച്ചത്. ആലപ്പുഴയിൽ അവർ മത്സരിച്ചത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന ഘടകത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് പാർലമെൻ്ററി ബോർഡ് തീരുമാനമെടുത്തത്. അപ്പോൾ പാർലമെൻ്ററി ബോർഡ് തീരുമാനമെടുക്കുന്നത് BJPക്ക് അവരിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. അവർക്ക് അർഹമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് അവർ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരിക്കുന്നത്. അർഹമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ സെൻട്രൽ PSUവിലെ ഡയറക്ടർ ബോർഡ് മെമ്പറായത്, പെട്രോളിയം കമ്പനിയുടെ. BJPയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഉയർന്നു നിൽക്കുന്ന പേരുകളിൽ ശോഭയുടെ പേരുമുണ്ട്. അവർക്കാവാലോ, അവർക്ക് ഒരു അയോഗ്യതയുണ്ടെന്ന് എനിക്ക് അഭിപ്രായം. അതിനുള്ള അർഹതയുണ്ട് തീർച്ചയായിട്ടും. അവർ കുറേ കാലമായിട്ട് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംസ്ഥാന നേതൃത്വം എന്ന് പറഞ്ഞാൽ ഒരാളിൽ കേന്ദ്രീകരിച്ചിട്ടല്ല, ഒരു ടീമാണ്. ആ ടീമിൽ ഒരംഗം പ്രസിഡൻ്റാവും, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആ ടീമിൻ്റെ ഭാഗമായിട്ട് തുടരും. BJPയുടെ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലായിടത്തും നേടിയ വോട്ടുകൾ പാർട്ടിയുടെ അടിത്തറയുള്ള വോട്ടുകളാണ്, വ്യക്തിപരമായി കിട്ടുന്നതല്ല എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത്. പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. സുരേഷ് ഗോപിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഡീഷണൽ വോട്ട് ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ വ്യക്തികൾക്കും കിട്ടിയിട്ടുണ്ടാവും കുറച്ച് വോട്ടുകൾ. ഇപ്പോൾ ഞാൻ പറയുന്നില്ല ബാക്കി ആർക്കും ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഈ വോട്ട് കിട്ടുമെന്നൊന്നും അല്ലല്ലോ എൻ്റെ അർത്ഥം. ഓരോ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തന ശൈലിയുണ്ട്, ഓരോ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനമുണ്ട്, അതൊക്കെയുണ്ട്. അവർ ആ സ്വാധീനത്തെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള ഇതുണ്ട്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ചലച്ചിത്ര താരം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇൻഡിവിജ്വലായിട്ട് വളരെ വലിയൊരു സ്വാധീനം, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് തടിച്ചു കൂടുന്ന ജനങ്ങൾ തന്നെ അതിലൊരു ഇതാണ്. കേരളത്തിലെ ഒരു നേതാവിനും കിട്ടാത്ത തരത്തിലുള്ള ഒരു ജനക്കൂട്ടം അദ്ദേഹത്തെ കാണാൻ വേണ്ടി എവിടെ ചെന്ന് കഴിഞ്ഞാലും തടിച്ചു കൂടും. അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമല്ലോ. തടിച്ചു കൂടുന്ന എല്ലാവരും വോട്ട് ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ തടിച്ചു കൂടുന്നതിലൂടെ ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ്, ആ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും അത് വോട്ടായിട്ട് മാറും. അത് അദ്ദേഹത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ, ഒരു പരിധി വരെ വലിയൊരാളാവും. ഇനിയും അത്തരം സെലിബ്രിറ്റികളെ പരീക്ഷിക്കുമോ BJP വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ? തീർച്ചയായിട്ടും. ശോഭനയടക്കമൊക്കെ BJPക്ക് അനുഭാവികളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പല ആളുകളുണ്ട്, ഞാനിപ്പോൾ പേരുകളിലേക്ക് കടക്കുന്നില്ല. ഇനി വി മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവ് ഇനി എന്താണ് അങ്ങ് ദേശീയ തലത്തിൽ, ഇത്രയും നല്ല കേന്ദ്രമന്ത്രിയായിരുന്നു, അതുകൊണ്ട് ദേശീയ തലത്തിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരുന്നില്ല എന്നില്ല. ഇനി എന്താണ് ഞാൻ നടത്തിയ അത്ര പിണറായി വിജയനെതിരായിട്ടുള്ള പ്രസ്താവന കേരളത്തിൽ BJPയിൽ ആരും നടത്തിയിട്ടില്ല. കഴിഞ്ഞ 5 കൊല്ലക്കാലം പിണറായി വിജയൻ്റെ ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരായിട്ടും പിണറായി വിജയൻ സർക്കാരിൻ്റെ അഴിമതിക്കെതിരായിട്ടും ഒക്കെ എടുത്തിട്ടുള്ള നിലപാട്, പിന്നെ ഇങ്ങനെ ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലാണെന്ന് പറയാം. ഞാൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നേരത്തെയുണ്ട്, ഇനിയും ഉണ്ടാവും. പക്ഷേ സംസ്ഥാന നേതൃനിരയിലും അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അധ്യക്ഷ പദവി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, നേതൃനിരയിലുണ്ടല്ലോ. ഞാൻ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ സംസ്ഥാന ഭാരവാഹികളുണ്ട്, മുൻ പ്രസിഡന്റുമാരുണ്ട്, ദേശീയ നിർവാഹക സമിതി അംഗങ്ങളുണ്ട്. ഞാനിപ്പോഴും ദേശീയ നിർവാഹക സമിതി അംഗമാണ് പാർട്ടിയുടെ, സംഘടനാ തലത്തിൽ. അങ്ങനെ പേര് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചാൽ പോലും ഒഴിഞ്ഞുമാറും. അല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല പ്രസിഡൻ്റായിട്ട് വീണ്ടും ഇനി പ്രവർത്തിക്കാൻ.
എൻ്റെ പേരിങ്ങനെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആ കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഒരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണും. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രസിഡൻ്റ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയോ എനിക്ക് താല്പര്യമെടുക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ പോയിന്റ്. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. എന്തായാലും ഇത്രയും സമയം വാക്കും ഉറവാക്കുമായി സഹകരിച്ചതിന് നന്ദി. സന്തോഷം.